തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചു. ഇപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥർ ആ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്താൻ പോവുകയാണ്. മാധ്യമസംഘങ്ങളെ തൽക്കാലം അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അവിടെ നാവികസേനയിലെ ഉദ്യോഗസ്ഥർ ആ സ്ഥലം പരിശോധിച്ചതിന് ശേഷം എങ്ങനെയാണ് നാളത്തെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ നൽകും. ആ പ്ലാൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കാമെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം റോഷിപാൽ ചേരുന്നുണ്ട്. കഴിഞ്ഞ 32 മണിക്കൂറായി തുടർന്ന രക്ഷാദൗത്യമാണ് അല്പസമയം മുമ്പ് അവസാനിപ്പിച്ചത്. ടണൽ പൂർണ്ണമായും പരിശോധിച്ചെങ്കിലും ദൗത്യസംഘത്തിന് ജോയിയെ കണ്ടെത്താനായില്ല. മാലിന്യം നിറഞ്ഞിരിക്കുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കി. തോട്ടിലെ മാലിന്യ നീക്കത്തിൽ കോർപ്പറേഷന്റെ വാദങ്ങൾ തള്ളുകയാണ് റെയിൽവേ. അതേസമയം വൃത്തിയാക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ലെന്നും അനുമതി നൽകിയില്ലെന്ന കോർപ്പറേഷന്റെ വാദം പച്ചക്കള്ളമാണെന്നും ADRM വിജി പറഞ്ഞു. ഒരു വകുപ്പിനെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ലെന്നും തോട് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കൃത്യമായി കത്ത് നൽകിയിരുന്നുവെന്ന് മേയറും ആവർത്തിച്ചു. ഇപ്പോൾ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, ഇപ്പോൾ മേയർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നാവികസേന ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കാൻ പോകുന്നു. അവിടെ ഒരു പ്രാഥമിക പരിശോധന നടത്തി എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കേണ്ടത് എന്നതിൻ്റെ ആസൂത്രണം അവർ തയ്യാറാക്കും. അതിനുശേഷം നമ്മളോട് ബ്രീഫ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്, അതല്ലേ? അരുൺകുമാർ, അല്പസമയത്തിനകം തന്നെ നേവിയുടെ സ്കൂബ സംഘം അവർ ഈ ടണലിൻ്റെ പരിസരത്ത് പരിശോധന നടത്തും. ഈ വിവരങ്ങൾ ജില്ലാ കളക്ടർ തന്നെ വിശദീകരിച്ചു നൽകി. NDR ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം, ഒപ്പം ഈ ടണലിൻ്റെ മാപ്പ് ഒക്കെ നൽകി കാര്യങ്ങൾ വിശദീകരിച്ചു. ഇനിയൊരു പ്രാഥമിക പരിശോധനയാണ് നേവിയുടെ കൊച്ചിയിൽ നിന്നെത്തിയ സ്കൂബ സംഘം നടത്തുക. അത് വളരെ പ്രോട്ടോകോൾ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് മാധ്യമപ്രവർത്തകർ പിന്നാലെ പോകരുതെന്ന ഒരു അഭ്യർത്ഥനയാണ് മേയർ അല്പം മുമ്പ് നടത്തിയത്. ഏതായാലും ആ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം തിരിച്ചെത്തും ഈ നാവികസേന ഉദ്യോഗസ്ഥർ. തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും ജില്ലാ കളക്ടറുമായും മേയർ അടക്കമുള്ള റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി അടക്കം വളരെ വിശദമായി ചർച്ച ചെയ്താകും നേവി ഇതിൻ്റെ തുടർ രക്ഷാദൗത്യം എങ്ങനെ വേണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ പരിശോധന തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഇവിടെ ഈ നേവിയുടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ചർച്ചകളും യോഗവും നടത്തും. അതിനുശേഷം തീരുമാനം മേയർ തന്നെ വിശദീകരിക്കും.